ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ വിസിറ്റ് പുതിയൊരു സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ വേണ്ടി വെച്ചിട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്രയിൽ അവസാനത്തെ സ്റ്റേറ്റായ അരുണാചൽ പ്രദേശ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അരുണാചൽ പ്രദേശിൽ പോകുന്ന ശ്രദ്ധികൾ പറയുകയാണ്. ആദ്യം തന്നെ നമ്മൾ അരുണാചൽ പ്രദേശ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമ്മൾ അരുണാചൽ പ്രദേശ് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് അരുണാചൽ പ്രദേശിൻ്റെ ബോർഡർ കടക്കുമ്പോൾ തന്നെ അവർ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ചോദിക്കും ഈ ഒരു പെർമിറ്റ്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഓൺലൈൻ ത്രൂ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡർ ഏരിയസിലേക്ക് ഒരുപാട് ഇതര കഫകൾ കാര്യങ്ങളുണ്ടാവും. നമുക്ക് ഈ ഒരു പെർമിറ്റിൽ നമുക്ക് അരുണാചൽ പ്രദേശിൽ നമുക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു അരുണാചൽ പ്രദേശ് പോകേണ്ട ബെസ്റ്റ് ടൈം വെച്ചാൽ നമുക്ക് ജൂൺ മുതൽ നവംബർ വരെ ടൈമാണ്. ഇനി നവംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്ന തവാങ് ഏരിയയിലേക്കാണ് കൂടുതലും ആൾക്കാർ ഈ ഒരു അരുണാചൽ പ്രദേശിൽ പോകുന്നത്. അപ്പോൾ അതും ഈ ഒരു നീലാകാശ പച്ചക്കളിച്ച് പോകുന്ന ഭൂമിയുടെ സിനിമയിൽ അല്ലെങ്കിൽ കണ്ടിട്ട് കുടുംബങ്ങൾ ഈ തവാങ് ഏരിയയിലൊക്കെ പോകുന്നുണ്ടോ. അപ്പോൾ ഈ തവാങ് ഏരിയയിലൊക്കെ നമുക്ക് പോകണമെങ്കിൽ ഈ ഒരു ജൂൺ മുതൽ നവംബർ ടൈമിൽ നമുക്ക് ബെസ്റ്റ് ആയിരിക്കും. നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റും. നമ്മൾ പോയെന്ന് ഈ ഒരു ജൂൺ മാസമാണ് നമ്മൾ പോയത്. അപ്പോൾ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് ഈ ഒരു ഡേറ്റ് ചൂസ് ചെയ്ത് പോകും. ഇനി നമുക്ക് ഈ ഒരു അരുണാചൽ പ്രദേശ് നമുക്ക് എങ്ങനെ പോകുന്നത് വെച്ചാൽ ബൈക്കിന് പോകാം, കാറിന് പോകാം, ബസ്സിന് പോകാം. അപ്പോൾ നമുക്ക് ബൈക്ക് ത്രൂ പോകുന്നതിനും കാറിലൊക്കെ നിങ്ങൾക്ക് വെച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു അരുണാചൽ പ്രദേശിലേക്ക് പോകണമെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ നേരെ ഗുവാഹത്തിയിലേക്ക് പോവാം. നമുക്ക് ഗുവാഹത്തിയിലേക്ക് പോകുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നോർത്ത് ഈസ്റ്റിന് ചെയ്യും. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. നിങ്ങളുടെ വീഡിയോസ് നമ്മൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു അരുണാചൽ പ്രദേശിലേക്ക് പോകുന്ന ഡീറ്റെയിൽസ് എനിക്ക് പറയാം. അരുണാചൽ പ്രദേശിൽ പോകുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നത്, നിങ്ങൾ അരുണാചൽ പ്രദേശിൽ പോയിട്ട് ബൈക്കൊക്കെ റെന്റ് എടുത്ത് കറങ്ങാൻ പ്ലാൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഗുവാഹത്തിൽ നിന്നാണ് നിങ്ങൾ ബൈക്ക് റെന്റ് എടുത്തിട്ട് നേരെ അരുണാചൽ പ്രദേശിലേക്ക് നിങ്ങൾ പോവുക. അതായിരിക്കും കുറച്ച് ബെറ്റർ. അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന ട്രാവൽ എക്സ്പെൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് പൈസ വേറെ വരും. അതിൽ നല്ല നിങ്ങൾ ഗുവാഹത്തിൽ നിങ്ങൾ ബൈക്ക് റെന്റ് എടുത്തിട്ട് പോകുക. ബൈക്ക് നിങ്ങൾക്ക് റെന്റ് കാരണം നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ബൈക്ക് നമ്മൾ അറേഞ്ച് ചെയ്തതായിരിക്കും. ഓക്കെ, ഗുവാഹത്തിൽ നേരെ ആസാമിലെ ഉദൽഗുരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടത്തേക്ക് പോകും. അല്ലെങ്കിൽ ഗുവാഹത്തിൽ നേരെ നിങ്ങൾക്ക് തേസ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, തേസ്പൂരിൽ പോകും. തേസ്പൂരിലേക്ക് പോകുന്നത് കിലോമീറ്റർ കുറേ പോകണം. ഇനി 400 കിലോമീറ്റർ ആവുള്ളൂ ഈ ഒരു ഗുവാഹത്തി നേരെ ഉദൽഗിരി വഴി നിങ്ങൾ തവാങ്ങിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ നേരെ ഗുവാഹത്തി നേരെ ഉദൽഗിരിയിലേക്ക് പോവുക. ഉദൽഗുരി നേരെ അരുണാചൽ പ്രദേശിലെ ബോംഡില എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ബോംഡിലയിലേക്ക് പോവുക. ബോംഡില എത്തിയ ശേഷം നേരെ സെങ്ക് എന്ന സ്ഥലമുണ്ട്, സെങ്കിലേക്ക് പോകും. സെങ്ക് നേരെ നിങ്ങൾക്ക് തവാങ്ങിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അതാണ്. അപ്പോൾ തവാങ് പിന്നെ നിങ്ങൾക്ക് പോകുന്ന ഒരു സ്ഥലമുണ്ട് ബുംല പാസ്. ഇന്ത്യ ചൈന ബോർഡറാണ് ബുംല പാസ്. തവാങ് നിങ്ങൾക്ക് വേറെ ഇന്റർ ലൈൻ പെർമിറ്റ് ഈ ഒരു ബുംല പാസിലേക്ക് പോകുമ്പോഴും എടുക്കേണ്ട ആവശ്യമുണ്ട്. അത് നമുക്ക് നമുക്ക് ഈ ഒരു അരുണാചൽ പ്രദേശ് ആസാമിൽ ഏതെങ്കിലും ബോർഡേഴ്സ് നമുക്ക് ഈ ഒരു പെർമിറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് പൈസ എടുക്കാൻ തന്നെ ഈ ഒരു ബുംല പാസ് പോകണം. നമുക്ക് DC ഓഫീസ് ഉണ്ടാകും. തവാങ്ങിൽ DC ഓഫീസ് പോയി ഈ ഒരു പെർമിറ്റ് എടുക്കാൻ പറ്റും. നിങ്ങൾ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്താൽ മതി. നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ പെർമിറ്റ് എടുക്കുമ്പോൾ പോയി കേട്ടോ. അതുകൊണ്ട് പറഞ്ഞു തന്നെയാണ്. അപ്പോൾ നേരെ ഗുവാ നേരെ ഉദൽഗിരി പോവുക. ഉദൽഗിരി നേരെ ബോംഡില നേരെ സെങ്ക് നേരെ തവാങ്. ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു തവാങ് നേരെ ആസാമിലെ കാസിരംഗ പാർക്കെല്ലാം കണ്ടിട്ട് വരുന്ന പ്ലാൻ കൂടി പറഞ്ഞുതരാം. നേരെ തവാങ് നേരെ എല്ലാം കണ്ട ശേഷം നേരെ തേസ്പൂരിലേക്ക് പോവുക. തേസ്പൂർ നേരെ കാസിരംഗ പാർക്ക് പോവുക. കാസിരംഗ പാർക്ക് നേരെ നിങ്ങൾക്ക് ഗുവാഹത്തിയിലേക്ക് പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു അരുണാചൽ പ്രദേശിൽ കറങ്ങുന്ന സ്ഥലം കൂടി ഞാൻ പറഞ്ഞുതരാം. അരുണാചൽ പ്രദേശിൽ നിങ്ങൾക്ക് കാണുന്ന സ്ഥലം പ്ലേസ് ടു വിസിറ്റ് ഒന്ന് സേല പാസ്. നമുക്ക് ഈ ഒരു ബോംഡില പാസ് ഈ ഒരു തവാങ്ങിലേക്ക് പോകുന്ന വഴിക്കാണ് സേല പാസ് വരുന്നത്. പിന്നെ സേല പാസ് കണ്ട് നേരെ ബുംല പാസ്. അത് തവാങ്ങിന് വീണ്ടും നിങ്ങൾ 30 കിലോമീറ്റർ സഞ്ചരിക്കുമാണ് ഈ ഒരു ബുംല പാസ്. ബുംല പാസ് പോകുമ്പോൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ പെർമിറ്റ് നിർബന്ധമായിട്ട് ബുംല പാസിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് എടുക്കുക. അത് നിങ്ങൾക്ക് DC ഓഫീസിൽ പോയി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ വെച്ചാൽ തവാങ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ് വരുന്നത്. അത് തവാങ്ങിൽ തന്നെയാണ് വരുന്നത്. വലിയൊരു നമ്മുടെ ബുദ്ധൻ്റെ ഒരു സ്റ്റാറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസാണ് കാണാൻ. അവിടെ പോയി ഫ്രീ ആയിട്ട് ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ. പിന്നെ വെച്ചാൽ നുറങ്ങ ഫാൾസാണ് വരുന്നത്. പിന്നെ തവാങ് വാർ മെമ്മോറിയലാണ്. ഇതായത് നിങ്ങൾ ഈ ഒരു ബുംല പാസ് പോകേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ DC ഓഫീസിൽ പോയി പെർമിറ്റ് എടുത്ത ശേഷം അതിനുശേഷം ഈ ഒരു തവാങ് വാർ മെമ്മോറിയൽ കൊണ്ട് നിങ്ങളുടെ പേപ്പർ ആയാലും കൊടുക്കുക. അതിന് പിറ്റേ ദിവസം അവർ വരാൻ വേണ്ടി പറയും. അപ്പോൾ പിറ്റേ ദിവസം വന്നിട്ട് ഒരു പാസ് ഉണ്ട്. ആ പാസ്സെല്ലാം വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ഈ ഒരു ബുംല പാസിലേക്ക് പോകേണ്ടത്. അങ്ങനെ നേരെ തവാങ് വാർ മെമ്മോറിയലും പോവുക. അതിനുശേഷം മധുരൈ ലേക്ക് പോവുക. പിന്നെ സാങ്തി വാലി ഉണ്ട്. പിന്നെ വെച്ചാൽ ദസോണ ഗാർ ഉണ്ട്. അതിനുശേഷം പിന്നെ വെച്ചാൽ പാങ്ങോങ് ടാസു ലേക്ക് നമുക്ക് ലേക്ക് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് പോകുന്നത്. പിന്നെ വെച്ചാൽ ബോംഡില മൊണാസ്ട്രി ഉണ്ട്. അത് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഈ ഉദൽഗുരി നേരെ ബോംഡില പോയിട്ട് ബോംഡിലയിലാണ് ഈ ഒരു ബോംഡില മൊണാസ്ട്രി ഉണ്ട്. നിങ്ങൾ അങ്ങനെ ബോംഡില മൊണാസ്ട്രി കണ്ട ശേഷം വേണം നിങ്ങൾ പിന്നെ അവിടെ നിന്ന് തവാങ്ങിലേക്ക് പോകേണ്ടത്. അങ്ങനെ ബോംഡില മൊണാസ്ട്രി കാണുക. പിന്നെ വെച്ചാൽ മന്ദാള ടോപ്പ് നമ്മുടെ ടോപ്പ് പൊസിഷനുള്ള സ്ഥലമുണ്ട്, അതും കാണുക. ഇത്തരം സ്ഥലങ്ങളുണ്ട്. വേറെയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു അരുണാചൽ പ്രദേശിൽ കറങ്ങാൻ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ ഒരു ഇന്റർ ലൈൻ പെർമിറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അരുണാചൽ പ്രദേശിൽ കാണുന്നതിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ട് ട്രാവൽ ഫൈസ് എന്ന് നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു അരുണാചൽ പ്രദേശ് നിങ്ങൾക്ക് പാക്കേജ് കാര്യങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പാക്കേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ അല്ലെങ്കിൽ ഈ താഴെക്കാണ് നമ്മളിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മൾ ചെയ്തിരുന്നതായിരിക്കും. നമ്മൾ അരുണാചൽ പ്രദേശ് നിങ്ങൾക്ക് കപ്പിൾ പാക്കേജ് ബാച്ചേഴ്സ് പാക്കേജ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ബൈക്ക് റെൻറ്റുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, റൂമുകളൊക്കെ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാക്കേജിനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, യാത്ര ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെടുക്കുക, കൂടെ നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്താൽ കൂടെ കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു ട്രാവൽ ഇൻഫർമേഷൻ വീഡിയോ ഇടണം. ഓക്കെ, ബൈ.